ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ പാൻറ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെയാണ് അത് അടിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെല്ലാവരും വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് ഞാനിങ്ങനെ എടുത്ത്, അപ്പോൾ ഈ പാൻറ്റിന് രണ്ട് ഭാഗം ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളും നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ ഉൾഭാഗം വെച്ച് അടിക്കാൻ നോക്കുക. അത് പെട്ടെന്ന് കഴിയും. നമ്മൾ ഈ ഉൾഭാഗം രണ്ടും കൂടെ ഇങ്ങനെ വെച്ച് തയ്ക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് പരമാവധി നൂലെല്ലാം ഇടുമ്പോൾ കറക്റ്റ് കളറ് ഇടുക. പിന്നെ ഇവിടെ അറബിയിൽ ഈ പാൻറ്റിനൊക്കെ പറയുന്നത് സുറുവാൾ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊരു പാൻറ്റാണ്, ലേഡീസിൻ്റെയാണ്. അതുപോലെ തന്നെ ജെൻസിൻ്റെ ജീൻസ് കട്ട് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ഭാഗം ഞാൻ അടിച്ച് കറക്റ്റാക്കിയിരിക്കുന്നു. ഇതൊന്ന് ഇസ്തിരി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അറിയാൻ കഴിയില്ല. എല്ലാവരും ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാറാണ്. പക്ഷെ നമുക്ക് രണ്ടാമതും ആ ഡിസൈന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ അളവ് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ഇറക്കം കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ ഈ പീസിൻ്റെ കൂടി അളവെടുത്തിട്ട് എന്ത് ചെയ്യുക, അടിക്കാനുള്ള തുണിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അടിക്കാനുള്ള തുണിയുടെ തുമ്പും കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം ഒഴിവാക്കുക. അപ്പോൾ ഇതും കൂടെ വരുമ്പോൾ കറക്റ്റാവും. ഇതും കൂടെ ഈ ഒരു ഭാഗം കൂടി അടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഉൾട്ടായിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. ഞാനിത് വിഭാഗം വെച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ കഴിയും. ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയുന്നവർക്കിത് നിസ്സാരമാണ്, അറിയാത്തവർക്കിതൊരു അറിവാണ്. അതുകൊണ്ട് എല്ലാവരും ഇനി മുന്നോട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഞാൻ എൻ്റെ ചെറിയൊരു അറിവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. ഇതും കൂടെ ശരിയായിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. ഇനി അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിരിക്കും. ഇനി ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കാണിച്ചു തരാം.
ഇനി ഒന്ന് ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ഇസ്തിരിപ്പെട്ടി ചൂടാക്കിയിട്ട് ഒന്ന് ഇസ്തിരി ചെയ്താൽ